ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പം ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. ശരി, കണ്ടില്ല. ശരി, കാറിലെ അവിഹിതം കയ്യോടെ പൊക്കി എന്നൊക്കെ പറയുന്ന ഒരു സദാചാര ഉണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വല്ലാതെ വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം, ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക, ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും, ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവൾ കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങൾ. ഇല്ലെങ്കിൽ സൗകര്യമില്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ എന്നല്ല എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ, വീടിന്റെ വാതൊക്കെ കിടന്നിട്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം? എടുക്കുക, എവിടെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. ഇതായിരുന്നു ആ ഒരു വീഡിയോ. ഇത് നിങ്ങൾ അത്ര പെട്ടെന്ന് മറന്നു കാണില്ല എന്ന് കരുതുന്നു. പക്ഷെ ഇപ്പം പുതിയതായിട്ട് ആ പുള്ളിക്കാരി വീണ്ടും ഒരു ന്യൂസ് ചാനൽ പോലുള്ള ഒരു ഓൺലൈൻ വീഡിയോ ആണെന്ന് തോന്നുന്നു. അവർക്കൊരു ചെറിയ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവരെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷെ ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ മുഴുവനും ഇപ്പൊ ഈ ഒരു ന്യൂസ് ചാനലിന്റെ ക്യാമറയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി എന്തായാലും നമുക്ക് ആ കുട്ടി പറയുന്നത് ഒന്ന് കേൾക്കാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പം ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. അത് ചോദിച്ചതേ ഉള്ളൂ. അതിനകത്തിരുന്ന ആള് പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട്. എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത്. അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ഒരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത്, എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത്. ഇവിടെയും കാറിനകത്ത് വെച്ച് എന്താണ് കണ്ടത് എന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കുന്നില്ല. കാറിനകത്ത് വെച്ച് കാണാൻ പാടില്ലാത്ത കാര്യം കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട് പബ്ലിക് പ്ലേസിൽ വെച്ച് പട്ടാപ്പകൽ ഒരു വീടിന്റെ തൊട്ട് മേലെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ആരും കാറിനകത്ത് വെച്ച് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്ത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതും പ്രത്യേകിച്ച് ഈ പെൺകുട്ടി അതിലെ പോകുന്ന സമയത്ത് കാറിനകത്തോട്ട് എത്തി നോക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ എടുക്കേണ്ടത്? ഏത് സെൻസിലാണ് ആളുകൾ എടുക്കേണ്ടത്? നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കാറുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അത് നമുക്ക് ഇവിടെ ഒരുപാട് നാട്ടുകാർ ആ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ പ്രചോദനം എന്താണ്? ആളെന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി. എനിക്കിപ്പോ നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എന്റെ ഫ്രണ്ട്സ് ആണേലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്തൊരു എളിമ, വിനയം, ഭവ്യത, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. പുലിക്കുട്ടി ചുണക്കുട്ടി. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ എയറിലായിട്ട് തറയിൽ നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വല്ലാണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുകയെന്നാണ് ഫേസ് കണ്ടിട്ട് തോന്നുന്നത്. പറയുന്ന സമയത്ത് ശബ്ദത്തിലൊക്കെ വല്ലാത്ത തരത്തിലുള്ള ചലനങ്ങളും വ്യതിചലനങ്ങളും ഒക്കെ ഉണ്ട്. സോ പുള്ളിക്കാരിക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് അറിയില്ലായിരുന്നു എന്നും കൂടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമന്റ്സും കാര്യങ്ങളും എല്ലാം. ആള് വീഡിയോ ഇട്ടു, അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാർ അറിയുന്നുള്ളൂ. അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. അല്ലേ, ഇത് നല്ല കഥ. എന്നെ അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ അവരെ ചെയ്തത് അപമാനിക്കലല്ലേ? ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന കാറിനകത്തോട്ട് പട്ടാപ്പകൽ എത്തി നോക്കി വീട്ടിൽ പോയി ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കിടന്ന് സദാചാരം കാണിച്ചിട്ട് അവർക്കുണ്ടായത് അപ്പൊ നാണക്കേടും ഇൻസൾട്ടും ഒന്നും അല്ലേ? അവരുടെ സത്യാവസ്ഥ ആളുകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വീഡിയോ ക്യാമറയിൽ ഓൺ ചെയ്ത് വെച്ച് വീഡിയോ എടുത്തതാണോ നിങ്ങൾക്ക് വലിയ നാണക്കേട് ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്നത്? ഒരുപക്ഷെ അവിടെ ആ വീഡിയോ ഒരു എവിഡൻസ് ആയിട്ട് അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും ആണ് എന്ന് അവിടെ കൂടിയിരുന്ന ചുരുക്കം പേർക്കെങ്കിലും അറിയില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഏത് രീതി വളച്ചൊടിച്ചേനെ ആളുകൾ. അതും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ ആ പയ്യനും ആ പെണ്ണിനും ഒക്കെ തന്നെയല്ലേ മോശം വരുന്നത്? ശരിയല്ല. ഇപ്പൊ ഈ അടുത്ത് വയനാടൻ വ്ലോഗർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ ഏതൊക്കെ രീതിയിലാണ് സൈബർ ബുള്ളിങ് ചെയ്യപ്പെടുന്നത്, ഏതൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
അപ്പൊ ഭാര്യയും ഭർത്താവും അല്ല എന്നൊരു കൂട്ടം ആളുകൾ ചിന്തിച്ച് ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് വേറെ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു പെണ്ണിനെയോ ഈ ഒരു പയ്യനെയോ കാണുന്ന സമയത്ത് ഇവര് കാരണത്ത് വെച്ച് അങ്ങനെ ചെയ്തായിരുന്നിട്ടോ ഇങ്ങനെ ചെയ്തായിരുന്നിട്ടോ എന്ന് അവരെ തെറ്റായി വിലയിരുത്തുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന നാണക്കേടൊന്നും അല്ലേ? പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തത വേണം. അല്ലെങ്കിൽ ഒരാണോ ഒരു പെണ്ണും അവിടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തോ കാരണത്ത് ഇരിക്കുമ്പോഴോ നമ്മൾ കയറി സദാചാരം കയറി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് മറ്റുള്ളവരെ ശല്യം ചെയ്യാതെയാണ് അവരവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അവിടെ നമ്മൾ അങ്ങോട്ട് പോയി ശല്യം ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലെങ്കിൽ ഇത്രയും വയസ്സില്ല, വിദ്യാഭ്യാസം ഉണ്ട്, ജോലി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൂടെ? ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല. ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം. വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആ വീഡിയോയില് കണ്ട സ്ഥലം, അതായത് വാഹനം നിർത്തിയിട്ടിരുന്നത് ഈ ഒരു സ്ഥലത്താണ്. തൊട്ട് മുമ്പ് വീടാണ്, മനസ്സിലായി? ഇതൊരു വീടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആണെങ്കിൽ അതും ഒരു വീടാണ്, മനസ്സിലായി? അപ്പം ഈ രണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടാണ് റോഡ്, മനസ്സിലായി? അപ്പൊ ഇത് വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ്. ഈ ഭാഗത്താണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. അതുകൊണ്ടാണ് കുട്ടി ജോലി കഴിഞ്ഞപ്പോൾ ഈ സംഭവം ചോദിച്ചത്. തുടർന്നാണ് ആ വീട്ടിൽ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ആള് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്രയും റഷായിട്ടൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടന്നത്. ആള് മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും ഒരു റഷായിട്ടുള്ള രീതിക്ക് നിൽക്കത്തില്ലായിരുന്നു. ആള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ വണ്ടി ഇവിടുന്ന് മാറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചു. ആള് വീഡിയോ ഓൺ ചെയ്ത് എന്റെ അനുവാദം കൂടാതെ എന്റെ അമ്മയുടെയും വീഡിയോ ഓൺ ചെയ്ത് വെച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒന്നെങ്കിൽ അത് ഇവിടെ വെച്ച് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആ പാട് 3 വരെ ഉള്ളായിരുന്ന സമയത്ത് എന്നെ കളിയാക്കുന്ന രീതിക്കാണ് ഇപ്പം. ഞാനെന്തോ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സദാചാരം ഒന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. നാളെ മുതൽ ഒരു കാര്യം ചെയ്യും, കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളാവട്ടെ, വീടിന് പുറത്തിറങ്ങുന്ന ആവട്ടെ, സിന്ദൂരം തൊടാത്ത ആളുകളായിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കഴുത്തിൽ ഒരു വലിയ ചങ്ങല എഴുതി, നമ്മൾ ഈ ആനകളുടെ ഒക്കെ കഴുത്തിനകത്ത് പേരെഴുതിയ ഒരു സാധനം ഇട്ട് കൊടുക്കില്ലേ, അതേമാതിരി പരസ്പരം ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യനെയും ഫോട്ടോസ് ആയതൊരു മാല കഴുത്തെ തൂക്കിക്കൊണ്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. ഭാര്യയും ഭർത്താവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കില്ലായിരുന്നു എന്നെ പോലും. ഇതൊക്കെ എന്ത് വർത്താനാണ്? നിങ്ങൾ അവരോട് അന്വേഷിച്ചോ? നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ, അല്ലെങ്കിൽ ലവേഴ്സ് ആണോ, കപ്പിൾസ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ വന്നവരാണോ? ഏതെങ്കിലും രീതി നിങ്ങൾ അവരോട് അത് അന്വേഷിച്ചറിഞ്ഞോ? ഇല്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ എന്താ, നിങ്ങൾ ഇതെല്ലാം അത്രയും നേരം ഉണ്ടാക്കി ബഹളവും കാര്യങ്ങളും നിങ്ങൾ മിണ്ടാതിരുന്ന് പോവായിരുന്നു. ഇപ്പൊ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു, അവരുടെ മെക്കിട്ട് കയറി, അതിനുശേഷം അവർ പറയാം ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, അപ്പൊ അയ്യോ സോറി ഇട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോവായിരുന്നു. അവിടെ നിങ്ങൾ ആ സോറി പറഞ്ഞ് പോകുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇടപെടരുതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടപെട്ട സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിൽക്കണം. അല്ലാതെ രണ്ട് സൈഡ് പിടിക്കരുത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവർ സോഷ്യൽ മീഡിയക്കകത്തോട്ട് മാത്രമാണ് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു സിന്ദൂരും കഴുത്തിലൊരു താലി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് സമൂഹം അംഗീകരിക്കുള്ളൂ. ഈ കാലഘട്ടത്തിൽ അതുപോലും പോസിബിൾ അല്ല. എത്രയോ ആളുകൾ വിവാഹം കഴിക്കാത്ത, ചെറിയ മക്കൾ വരെ കല്യാണം കഴിയാത്ത, 18 വയസ്സ് പൂർത്തിയാവാത്ത പെൺകുട്ടികൾ ചെക്കന്മാരെ കൂടെ താലിയിട്ട് സിന്ദൂരം തൊട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടുറോട്ടിലോട്ട് ഇറങ്ങി നടക്കുന്ന കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ ഒരു സിന്ദൂരും കഴുത്തിലൊരു താലി മാത്രമായിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി പറ്റും? അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ, അമ്മ പെങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സൈനും കാര്യങ്ങളും വെച്ചിട്ടോ വാഗൊണ്ട് നിങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടല്ലോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടത്. സ്വന്തമായിട്ട് മനസ്സിലാക്കുക. അവരിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻ എന്താണ് എന്ന് നമുക്കറിയത്തില്ല. സോ നമ്മൾ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ സ്പേസിനകത്തോട്ട് കയറരുതെന്ന് നമുക്ക് ആദ്യം വേണം എന്തൊരു ചിന്താഗതി. ആ പയ്യൻ ആ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സംസാരിച്ചത് ആ പയ്യന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് ഇപ്പോഴും ഈ പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ഇപ്പം ബസ്സിലൊക്കെ കയറി ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പുരുഷൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരുടെ കൈ നമ്മുടെ ചെസ്റ്റിലടിക്കുകയോ വിരലുകൾ നമ്മുടെ കാലേ വെക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരെന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പകർത്തിയെടുത്തതിന് ശേഷം നമ്മളൊന്നെങ്കിൽ ബസ്സിലിടുന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് വെച്ച് അത് ചർച്ചയാക്കാറുണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. ഏറ്റവും ആദ്യം ആളുകൾ ചോദിക്കുന്ന കാര്യം എവിഡൻസ് എവിടെ, തെളിവ് എവിടെ? അവൾ നിങ്ങളെ അങ്ങനെ പറഞ്ഞു, നീ കേട്ടോ, തെളിവ് എവിടെ? ഇതാണ് ചോദിക്കുക. സോ ഒരു തെളിവിന് വേണ്ടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു കാര്യം നേരിടുന്ന സമയത്ത് ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നതിലോ, അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ആ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ അയാൾ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്നതിലോ ഒന്നും ഇവിടെ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അവിടെ ആ ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ ആ ഒരു വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ പ്രൂഫ് നമുക്ക് മനസ്സിലായി. വണ്ടി എവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്, വീട് എവിടെയാണ് ഉണ്ടായിരുന്നത്, കാറിനകത്ത് എത്ര പേരുണ്ടായിരുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് ഷീറ്റ് സഹിതം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇതൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ വാഗൊണ്ട് പറയുന്ന ആരെങ്കിലും വിശ്വസിക്കായിരുന്നു. കുട്ടിയുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, കുട്ടിക്ക് കയറി പോകുന്ന സമയത്ത് തന്നെ ആ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ആളുകളെയും കൂട്ടി പോകുന്ന സമയത്ത് എന്താ സംഭവം എന്ന് ചോദിക്കായിരുന്നല്ലോ. കുട്ടി ഇത് ചെയ്തില്ലല്ലോ. സോ കുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ഒരുവിധം കാര്യങ്ങൾ മിസ്റ്റേക്ക് ഒക്കെ കിടക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളിലോട്ട് ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതേ കാര്യത്തിന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇടിച്ചു കയറാതെ സ്വന്തം കാര്യം നോക്കി ആ വഴി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ എയറിലാവേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു?